ഒമ്പതാമത്തെ എക്സസൈസ് കേട്ടോ, രണ്ടാമത്തെ പാഠത്തിൻ്റെ ഒമ്പതാമത്തെ എക്സസൈസ്. ഒരു മിനിറ്റ്, ഞാനത് ഇന്നലെ കുറച്ച് പറഞ്ഞതാണ് കേട്ടോ. അതാണ് കവ്വിൻ, നീ ഉണ്ടാക്കണം. കവ്വിൻ, കവ്വനയു കവ്വിനു തക്വീൻ, കവ്വിൻ. ജുമലൻ, വാചകങ്ങൾ. അലാ ഖിറാറിൽ മിസാലി, ഉദാഹരണത്തിലെ പോലെയുള്ള വാചകങ്ങൾ. മുസ്തഅമിലൻ, ഉപയോഗിക്കുന്നവനായിക്കൊണ്ട്. അൽ കലിമാത്തിൽ ലത്തി ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിലുള്ളതായ പദങ്ങൾ ഉപയോഗിക്കുന്നവനായിക്കൊണ്ട് നിങ്ങൾ വാചകം ഉണ്ടാക്കണം. ഇത് എളുപ്പമാണ്. ഹൽ മിൻ സുആലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം, എന്നുദ്ദേശിച്ചത് നിനക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്നാണ്. അവിടെ മുബ്തദ കളയപ്പെട്ടിട്ടില്ല, അല്ല ഖബർ കളയപ്പെട്ടിട്ടുണ്ട്, മുബ്തദ ഉണ്ട് അല്ലേ. സുആലിൻ എന്നുള്ളത് എന്തായിരുന്നു? മുബ്തദ മജ്റൂറുൻ ലഫ്ലൻ ബിഹർഫി മർഫൂഉൻ മഹല്ലൻ, അങ്ങനെയല്ലേ പറഞ്ഞത്? മജ്റൂറുൻ. പേജ് ഞാൻ പറഞ്ഞ ശരിയാവോ ഫാത്തിമത്താൻ്റെ ബുക്ക് വേറെ അല്ലേ? ഞാൻ ഒമ്പതാമത്തെ, എൻ്റെ ബുക്കിൽ ഒമ്പതാമത്തെ. അത് വേറെയാണ് കാണിക്കുന്നത്. അപ്പം ഇത് നോക്കിയാൽ കേട്ടോ. ഹവിൻ ജുമലൻ 47. ഇലേക്കും കിടക്കണത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം അത് 9ലാണ് എൻ്റെത്. ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി. അത് 12ആണ് കേട്ടോ ടീച്ചറെ. 12. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഹൽ മിൻ സുആലിൻ, നമ്മൾ ഓർക്കുക സുആലിൻ എന്നുള്ളത് മുബ്തദയാണ്. അത് മജ്റൂറുൻ ലഫ്ലൻ ബി ഹർഫി, ഹർഫ് കൊണ്ട് മജ്റൂറാണ്. മർഫൂഉൻ മഹല്ലൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തുൽ ളാഹിറ അലാ ആഖിരിഹി. ശരി, അപ്പോൾ അത് മുബ്തദ ഇന്ദ എന്നുള്ള ഖബർ അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. എന്നുള്ളത് ഹർഫ് ജെറിൻ സായിദയാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ വല്ല ന്യൂസും ഉണ്ടോ, വല്ല വാർത്തയും ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഖബറു എന്നാണ്. ഇതേപോലെ പറഞ്ഞ ഈ പാറ്റേണിൽ ഹൽ മിൻ ഖബരിൻ. ഇനി പുതിയത് എന്തെങ്കിലും ഉണ്ടോ? ഹൽ മിൻ ജദീദിൻ. കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഹൽ മിൻ മസീദിൻ. ആ ഖുർആനിലെ സൂറത്തിൽ ഖാഫിൽ വന്നില്ലേ ഈ ആയത്ത് കേട്ടോ. അടുത്തത് ലദയ്യ സുആലുൻ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ലദ, അത് ദർഫ് മഖാനിൻ ബി മഅന ഇന്ദ, ഇന്ദ എന്നാണ് അതിൻ്റെ അർത്ഥം. തുഖ്ലബു അലിഫുഹു, അതിൻ്റെ അലിഫ് മാറ്റപ്പെടുന്നു. യാ ആയി മാറ്റപ്പെടുന്നു. മഅ ദമീരിൻ, ദമീറിലേക്ക് ചേർക്കുമ്പോൾ. കമാ തുഖ്ലബു, മാറുന്നത് പോലെ. ഇത് അലിഫ് മാറുന്ന ഇലക്കും അങ്ങനെ തന്നെ അല്ലേ? ഇലൈഹി എന്നല്ലേ പറയാം. ഇല അലിഫ് മക്സൂർ എന്താവും? ഇലൈഹി, ഇലൈഹിമാ, ഇലൈഹിം, അങ്ങനെയല്ലേ പറയാ. അല അങ്ങനെ തന്നെ അല്ലേ? അല, അതിൻ്റെ അലിഫ് മക്സൂർ എന്തായി മാറും? യാ ആയി മാറും അല്ലേ? ലമീറിലേക്ക് ചേർത്ത് അലൈഹി, അലൈഹിമാ, അലൈഹിം, അലൈക്ക, അങ്ങനെയല്ലേ? അതുപോലെ ഇതും ലതയും മാറും. ലതൈഹി, ലതൈക്ക, ലതയ്യ, അതുപോലെ തന്നെ അല്ലേ? ഇതേപോലെ മാറും. ലതയ്യ, ലതയ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹാവ് അല്ലേ? അവിടെ നമ്മൾ സാധാരണ ഇന്ദീന്നല്ലേ പറയാറ്? എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ലതയ്യ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നല്ലേ? ഇന്ദി എന്ന് പറയും ഇവിടെ. ലതയ്യ. ഏതിൻ്റെ? ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഇതിൻ്റെ. ലതയ്യ സുആലുൻ, എനിക്കൊരു ചോദ്യമുണ്ട്. ലതയ്യ എന്ന് പറഞ്ഞാൽ ദർഫ് മക്കാനിനാണ്. ബി മഅന ഇന്ദ, ഇന്ദയുടെ മഅനയിൽ. തുഖ്ലബു അലിഫുഹു, അതിൻ്റെ അലിഫ് മാറ്റപ്പെടുന്നു. യാ ആയി മാറ്റപ്പെടുന്നു. ഇപ്പോൾ മഅ ദമീരി, ലമീറിനൊപ്പം. കമാ തുഖ്ലബു അലിഫ് മാറ്റപ്പെടുന്നത് പോലെ. ഇലയിലും അലയിലൊക്കെ അലിഫ് മാറൂലേ? അലൈഹി എന്നല്ലേ വരിക? ഇല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ അലിഫ് മക്സൂറ ദമീറിലേക്ക് ചേർത്തുമ്പോൾ യാ ആയി മാറുന്നില്ലേ? ഇലൈഹി, ഇലൈഹിമ, ഇലൈഹിം, ഇലൈക്ക എന്നൊക്കെ പറയില്ല. അലൈഹി, അലൈഹിമ എന്ന് പറയണ പോലെ
അതിൻ്റെ അലിഫ് മക്സൂറ യാ ആയി മാറുകയാണ് ലൊമീറിലേക്ക്. നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ് അങ്ങനെ മാറുന്നുണ്ട്. അതേപോലെ ലതൻ്റെ മാറും. ലതൈഹി, ലതൈക്ക, ലതയ്യ എന്നൊക്കെ പറയും. ഇലൈക്ക വ ഇലൈക്ക അംസിലത്തൻ. കണ്ടാ, വ ഇലൈക്ക അംസിലത്തൻ എന്ന് വെച്ചാൽ എന്താ? ഹുദ് ഹുദ് അംസിലത്തൻ എന്നല്ലേ അർത്ഥം? അപ്പൊ അതാണ് എനിക്ക് ഇവിടെ ഒരു ഡൗട്ട്. ഈ ലത എന്ന് പറയുമ്പോ അവിടുത്തെ യാ കാണുന്നത് യാ എന്നല്ലേ? ആ, രണ്ട് യാ ഉണ്ടല്ലോ. ലത എന്ന് പറയുമ്പോൾ അലിഫ് മക്സൂറ, പിന്നെ യാ മുത്തക്കല്ലിം. അപ്പോൾ രണ്ടും കൂടി ശ്രദ്ധാക്കി കൊടുത്തു തോന്നുന്നുണ്ട്. ലതയ്യ, ശ്രദ്ധയില്ലേ? ലതയ്യ, അലയ്യ, ലതയ്യ. ലത എന്ന് പറഞ്ഞാൽ അലിഫ് അല്ലേ, ഒരു അലിഫ് മക്സൂറ, പിന്നെ ഒരു യാ അല്ലേ. അപ്പം അത് രണ്ടും കൂടിയിട്ട് അതിലേക്ക് വന്നപ്പോൾ ഒരു ഇത് യാ ആയി മാറിയില്ലേ. അപ്പോൾ രണ്ട് യാ അടുത്ത് വന്നപ്പോൾ യാ മുത്തക്കല്ലിമും കൂടി വന്നപ്പോൾ ശ്രദ്ധ കൊടുത്തു തോന്നുന്നുണ്ട്. ലതയ്യ. ലതയ്യ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? അലയ്യ, ലതയ്യ. ഞാൻ അത് നോക്കാം കേട്ടോ, അതെവിടെയെങ്കിലും ഉണ്ടോ ഖുറാനിൽ? അപ്പോൾ ഇറാബ് നോക്കിയാൽ നമുക്ക് കിട്ടും. ലതയ്യ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഉണ്ടോ അലയ്യ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കട്ടെ, നെറ്റിൽ നോക്കട്ടെ കേട്ടോ. പറഞ്ഞേ, സുഹൃത്തു യാസീനിലെ ആയത്ത് പറഞ്ഞേ. ആയത്തിന്റെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ലർഫു മക്കാൻ ബിമാന ഇന്ദ മബനീൻ അല സുക്കൂനിൽ മുഖദ്ദരി അലൽ അലിഫി വഹുവ മുളാഫ് യാ ളമീറുൽ മുത്തസിലും മബനിയുൻ ഫി മഹല്ലി ജറിൻ മുളാഫിൻ ഇലൈഹി ലദയ്യ. ലദയ്യ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ചെയ്തതായിരിക്കും കേട്ടോ, വല്ലാഹു അലം. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇറാബ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പറയാം കേട്ടോ. അവിടെ ലദയ്യ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ലർഫ് മക്കാൻ ബിമാന ഇന്ദ മബനിയുൻ അല സുക്കൂനിൽ മുഖദ്ദരി അലൽ അലിഫി, അങ്ങനെയാണ് കാണുന്നത്. ശരി, സുക്കൂനിൽ മുഖദ്ദരി അലൽ അലിഫി, അവിടെ അലിഫുണ്ട്. ശരി കേട്ടാ. ഇലൈക്ക അംസിലത്തെ നോക്കിയേ. ഇലൈക്ക എന്താ പറഞ്ഞത്? ഹുദ് എന്നുള്ള അർത്ഥമല്ലേ? ഇസ്മു ഫിയൽ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇലൈക്ക പഠിച്ചത്. അംസിലത്തെ മഫൂലും ബിഹി ട്ടാ. വജത്തുഹു ലദയ്യ അവിടെ ലതാണ് കേട്ടോ, ലദയ്യല്ല, ലദൽ ബാബി. വജത്തുഹു ഞാൻ അവനെ കണ്ടെത്തി. ലദൽ ബാബി വാതിലിൻ്റെ അടുത്ത്, നമ്മുടെ അടുത്ത് എന്നുള്ള അർത്ഥം കേട്ടോ. ഞാൻ അവനെ വാതിലിൻ്റെ അടുത്ത് കണ്ടെത്തി. അപ്പോൾ അവിടെ ഫേലുണ്ട്, ഫായിലുണ്ട്, മഫൂലും ബിഹി ഉണ്ട് അല്ലേ? വജദ് ഫിൽ മാലി മബനീൻ അല സുക്കൂനി തു ഫായിൽ ഹു മഫൂലും ബിഹി. ലദ എന്ന് പറഞ്ഞാൽ ലർഫ് മക്കാൻ, പിടിച്ചു പോയി. ലർഫ് മക്കാൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ അൽ ബാബി മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ. അടുത്തത് മാദാ ലദൈക, നിൻ്റെ കയ്യിൽ, നിൻ്റെ അടുത്ത് എന്താണുള്ളത്? കണ്ടോ, മാദാ ഇസ്മുൽ ഇസ്തിഫാം. ലദൈ ഫിയലുൻ ظرف مكان مبني على السكون في محل نصب. الكاف ضمير متصل مبني على الفتح في محل جر مضاف إليه. ഇനി ഫി തൻസീലിൽ വന്നിട്ടുണ്ട്. തൻസീൽ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഖുറാനാണ് കേട്ടാ. തൻസീലിൻ്റെ ഒന്ന് ഫീല് പറഞ്ഞു. നസ്സല, കംപ്ലീറ്റ് ആക്കിയ. നസ്സല യുനസ്സിലു തൻസീൽ. കണ്ടോ, നമ്മൾ കുറേ ഫീൽ ഇങ്ങനെ പഠിക്കണം കേട്ടാ. ഞാൻ ക്വസ്റ്റ്യനിലൊക്കെ വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞത്. കവ്വന യു കവ്വിനു തക്വീൻ, കവ്വിൻ അവിടെ നിന്നാണ്. സബ്ബഹ യു സബ്ബിഹു തസ്ബീഹ്, സബ്ബിഹ് അല്ലേ, സബ്ബിഹ്. പിന്നെ ഏതായിരുന്നു? കബ്ബറ യു കബ്ബിറു തക്ബീർ. ആ ഒരു പാറ്റേണിൽ വരുന്ന കുറേ ഫീലുകൾ പഠിച്ചു വെച്ചോട്ടാ. വലദൈന കിതാബുൻ യന്തിഖു ബിൽ ഹഖി, സത്യം തുറന്നു പറയുന്ന, അല്ലെങ്കിൽ സത്യം പറയുന്ന ഒരു രേഖ നമ്മുടെ പക്കലുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ. വലദൈന നമ്മുടെ പക്കലുണ്ട്. കിതാബുൻ ഒരു ഗ്രന്ഥം. യന്തിഖു ഉച്ചരിക്കുന്ന, പറയുന്ന. ബിൽ ഹഖി സത്യം പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ പക്കൽ ഉണ്ട്. വാവു ഹർഫുൽ അത്ഫ്. ലദൈ എന്തുട്ടാ? ഷിബുഹു ലദൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലർഫ് മക്കാൻ മൻസൂബുൻ
ഷിബുഹു ജുംല ഇതൊക്കെ ഖബർ. ഉണ്ട് തോന്നുന്നു. ഞാൻ അടിച്ചു നോക്കിട്ട് കിട്ടില്ല കേട്ടാ. എങ്ങനെ അല്ല ഞാൻ ദയ്യ അടിച്ചു നോക്കി കിട്ടില്ല എന്നറിയാ. കിട്ടിയില്ലല്ലേ? ഇതൊക്കെ ഉണ്ട് എന്നറിയ. ഇവിടെ ഉണ്ട്. ഞാൻ ലദയ്യാണ് ചോദിച്ചത് ട്ടാ. ശരി ട്ടാ. ലർഫ് മക്കാൻ മൻസൂബുൻ ഷിബുഹു ജുംല ഖബർ മുഖദ്ദം. ലതൈന മസീദ്, ലതൈന മസീദ് അങ്ങനെ ഒരായത്തുണ്ടല്ലോ ടീച്ചറെ. ഉണ്ട്. അത് നമ്മൾ വായിച്ചു പോയില്ലേ, നമ്മൾ പടത്തിൽ വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ ചോദിച്ചു ലതയ്യ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ലതയ്യൻ്റെ കാര്യം ചോദിച്ചത് കേട്ടാ. ലയ്യ ലതയ്യ നമ്മുടെ അടുത്തേക്കാണ് മടക്കുന്നത്. അങ്ങനെ എന്തുണ്ട് വലതയ്യന എന്തുകൊണ്ട് ഇൻഷാല്ല. ലതൈനല്ല നമ്മുടെ അടുത്തേക്ക് എന്നല്ല, എൻ്റെ എന്നുള്ളൊരു വാക്ക് ലതയ്യ. ശരി കേട്ടാ. ഈ നാ എന്നുള്ളത് ലമീറുൻ മുത്തസിലുൻ മബനിയുൻ അലസുക്കൂനി ഫീ മഹല്ലി ജെറിൻ മുലാഫിനിലേഹി. അപ്പോൾ വലദൈന ലദൈ എന്നുള്ളത് അവിടെ ഖബറാണ് കേട്ടോ. ഖബർ മുഖദ്ദം. കിതാബുൻ മുഅഖർ ട്ടാ. ശരി. മുബ്തദ മുഅഖർ മുബ്തദ മുഅഖർ. യന്തിഖു നതഖ എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു, യന്തിഖു ഉച്ചരിക്കുന്നു. യന്തിഖു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ ബിഹർഫു ജറിൻ മബ്നിൻ അലൽ കസ്രി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. അൽ ഹഖി ഇസ്മുൻ മജ്റൂറുൻ ബിഹർഫി അലാമത്തു ജറിഹിൽ കസ്റത്തു ളാഹിറ ബിൽ ഹഖി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖാനി. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയേ, നമ്മുടെ പക്കൽ കിതാബുണ്ട്, സത്യം പറയുന്ന കിതാബ്. ആ കിതാബിൻ്റെ സിഫയാണ് ആ ജുംല അല്ലേ. അൽ ജുംല ഫി മഹല്ലി റഫ്ഇൻ നഅത്തു മുബ്തദ. ഈ മുബ്തദയുടെ നഅത്താണ് അത്. വെറുതെ നോട്ട് ചെയ്ത് വെച്ചോ. അത്രയൊന്നും ഇതിലൊന്നും പഠിക്കാനില്ല, എന്നാലും വെറുതെ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഞാൻ മറ്റൊരു ലിങ്ക് ഇട്ടിട്ടില്ല അല്ലേ. ഷോ വിട്ടുപോയി. ഒരു മിനിറ്റ് കേട്ടാ. അടുത്തത് എങ്ങനെ ഖുർആന്റെ തഫ്സീർ ക്ലാസ്. ഇന്നലെ എനിക്ക് സുഖം ഉണ്ടായില്ലല്ലോ, ഞാനത് കാരണം അവിടെ എടുത്തില്ല. അത് ഒരു എക്സാം എഴുതായിരുന്നിട്ടെ രാത്രി ഉറക്കം ഒഴിച്ചിരുന്നു. കുറവുണ്ട്, എന്നാലും ഇന്നലെ പകല് ഉറങ്ങിയ കാരണം കൊണ്ട് ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. അടുത്തത് കേട്ടാ. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. കുല്ലു ഹിസ്ബിൻ, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ, ഓരോ കക്ഷികളും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം തങ്ങളുടെ പക്കലുള്ളതിൽ ഫരിഹൂൻ സന്തോഷമടയുന്നവരത്രേ. സുഹൃത്തു റൂം കേട്ടാ. ഓരോ കക്ഷികളും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷം അടയുന്നവർ എത്രേ. ഓയ് 1 ആണ്. എടുത്തോ, വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ 1.5 അടച്ചോ. പിന്നെ എന്താ പറയുക, ഓരോ കക്ഷികളും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷം അടയുന്നവർ എത്രേ. 8. ഇപ്പൊ സമയം എത്ര അവിടെ നാട്ടില്? 9:19 അല്ലേ. ഇപ്പം 45 പേർക്ക് ടൈം കൊടുക്കാൻ. ശരി. ഓരോ കക്ഷി 45. അവരുടെ പക്കൽ സന്തോഷമടയുന്നവർ എത്ര. അപ്പോൾ കുല്ലു എന്നുള്ളത് മുബ്തദ എന്നിട്ടാ. മുബ്തദ മർഫൂൻ അലാമത്തു റഫ്ഇഹി ദമ്മത്തു ളാഹിറ വഹുവ മുളാഫ്. ഹിസ്ബിൻ മുളാഫുൻ ഇലൈഹി ബി ഹർഫു ജറിൻ മബ്നിൻ അലൽ കസ്രി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. മാ എന്നുള്ളത് ഇസ്മുൻ മൗസൂൽ യാതൊന്നിൽ അല്ലേ. ഇസ്മുൻ മൗസൂൽ മബനിയുൻ അല സുക്കൂനി. ഇസ്മു മൗസൂൽ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജറിൻ ബി ഹർഫി അല്ലേ. ജറിൻ്റെ സ്ഥാനത്താ ബി എന്നുള്ള ഹർഫ് ജെറ് വന്നിട്ടില്ലേ. ബി ഹർഫി ലദൈ. ലദൈ എന്താ ലദൈ? ളർഫു മക്കാൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ വഹുവ മുളാഫ്. പിന്നെ ഹാ എന്താ? ലദൈഹിം ആണ് അല്ലേ. ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജർരി മുളാഫിൻ ഇലൈഹി. അപ്പോൾ പിന്നെ ലദൈഹി എന്നുള്ളത് സിലത്തുൽ മൗസൂൽ ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. ഫരിഹൂൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവ് ലിഅന്നഹു ജംഉ മുദക്കർ സാലിം. ഫരിഹൂൻ സന്തോഷമടയുന്നവർ എത്രയും. അടുത്തത് ട്ടാ. മാലിദുൽ മരീൽ. മരീലിൻ്റെ വിപരീതം എന്താണ്? മരീലിൻ്റെ വിപരീതം എന്താ? ഷിഫ. ഷിഫ എന്നല്ല, സ്വഹീഹാണ് കേട്ടാ.
സ്വഹീഹ് കേട്ടോ, മരീലിൻ്റെ സ്വഹീഹ്, അസ്വഹീഹ് എഴുതിക്കോട്ടെ. അൽ മരീലല്ലേ തന്നിട്ടുള്ളത്, അസ്വഹീഹ്. പിന്നെ വേറെ ഒന്ന് പറയാം, എന്താണ് അസ്സലീം എന്നും ചിലയിടത്തും, അസാലിം, സലീമല്ല, സലീമനല്ലേ ആരോഗ്യവാൻ, സാലിം രക്ഷപ്പെട്ടവൻ, ആരോഗ്യവാൻ എന്നൊക്കെ ഉണ്ട് കേട്ടോ. സ്വഹീഹ് സാലും സുരക്ഷിതല്ലേ? സുരക്ഷിതൻ, ആ അങ്ങനെ ഇങ്ങനെ പറയാം, അങ്ങനത്തെ അർത്ഥത്തിലും വരുന്നുണ്ട്. 9 മണി. അപ്പം അങ്ങനെ പിന്നെ എന്തായിരുന്നു, ഹാത്തി മാലിൽ അഫ്ആലിൽ ആത്തിയ, താഴെ തന്നിട്ടുള്ള അല്ല ടീച്ചറെ, ഒരു ഡൗട്ട്, മാലിദ്ദു വായിക്കാത്, മാലിദ്ദു, അതിന്റെ മീനിങ് ആണ് മരീത്. ലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മരീലിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കണേ. മാ ലിദ് എന്ന് പറഞ്ഞാൽ, മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിദ് എന്ന് പറഞ്ഞാൽ വിപരീതം. മരീലി അൽ മരീലി എന്നതിൻ്റെ വിപരീത പദം എന്താണ്? അവിടെ ലിദ്ദുൽ മരീലി മുലാഫ് മുലാഫിന് ലിഹിയാണ് കടോ. ലിദ്ദുൽ മരീലി, മരീദിൻ്റെ ലിദ്. മാ ഇസ്മുൽ ഇസ്തിഫാം, ലിദ്ദുൽ മരീലി, മരീലിൻ്റെ ലിദ് എന്താണ്? കണ്ടോ, മുലാഫ് മുലാഫിലേക്ക് അതാണ് അമ്മ വന്നിട്ടുള്ളത്. ഇനി അപ്പം എന്തായിരുന്നു, അസ്വഹീഹ്, അങ്ങനെയാണ് ഈ പാഠത്തിൽ വന്നിട്ടുള്ളത്. ഹാത്തിൽ മാലിൽ അഫ്ആലി ആത്തിയത്തി, തുടർന്ന് വരുന്ന ക്രിയകൾക്ക് നീ മാലി നീ കൊണ്ടുവരൂ. യഹ്മിലു വഹിക്കുന്നു, ഹമല യഹ്മിലു, ഐ ബാബുൽ അറബാട്ട, ഹമല യഹ്മിലു. അടുത്തത് യത്തുലുഉ ഉദിക്കുന്നു, ത്വലഅ ഉദിച്ചു, യത്തുലുഉ. ഖതബ യഖ്തുബു പ്രസംഗിച്ചു, ഖതബ യഖ്തുബു. ഖറബ യഖ്റുബു അസ്തമിച്ചു. ഖരീബാണ് ട്ടാ, ഖരീബ യഖ്റബു അടുക്കുക, സമീപിക്കുക. നതഖ യന്തിഖു ഉച്ചരിച്ചു, നതഖ ഉച്ചരിച്ചു, യന്തിഖു ഉച്ചരിക്കുന്നു. നമ്മളെ ഇവിടെ ക്ലാസ് എപ്പോഴാണ് വെക്കല്? ഒരു മിനിറ്റ് കേട്ടോ, 10:15 അല്ലേ. നത്തക്ക യന്തിഖു ഇവിടെ കറക്റ്റ് അല്ലേ? ബാബുൽ അറബ ഖറബ യഖ്റബു, സീനൊക്കെ ടച്ചുണ്ട്, എന്താന്നൊക്കെ ഓർമ്മയില്ല. ലിങ്ക് ഒന്ന് ഇട്ടേട്ടാ, അതിൻ്റെ ഇടയിൽ ലിങ്ക് ഇട്ടുന്ന പണികളൊക്കെ ഉണ്ട്, അതാണ് സ്ലോ ആവുന്നത്. അടുത്ത പേജ് ഇട്ടാ, നെക്സ്റ്റ് എൻ്റെ ബുക്കിൽ അടുത്ത പേജ്. ഹാത്തി മുഫ്രദൽ അസ്മാഇൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ഇസ്മുകളുടെ മുഫ്രദ് നീ കൊണ്ടുവരണം. എന്തൊക്കെയാ? ഹുറുമുൻ, ഹുറുമുൻ്റെ ഹുറുമുൻ എന്ന് പറഞ്ഞാൽ ഹറാമിൽ, ഇഹ്റാമിൽ പ്രവേശിച്ചവർ, ഹറാമുൻ, ഹറാമുൻ ട്ടാ. സുക്കാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുക്കാറ, ലഹരി ബാധിച്ചവർ, സക്കറാനു, സക്കറാനു ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ, ലഹരി ബാധിച്ചവൻ, സക്കറാനു, അലാനു വസന സക്കറാനു. ഹറാമുൻ, ഹറാമുൻ ലെസണിൽ വന്നിട്ടുണ്ട് കേട്ടോ, അത് ഹറാമുൻ പാഠത്തിലുണ്ട്. അടുത്തത് സുക്കാറ സക്കറാനു, മലായിക്കത്തുൻ മലക്കുൻ, അതിൻ്റെ മലക്കുൻ. മആനിൻ അർത്ഥങ്ങൾ, മഅനൻ, മഅനൻ എഴുതുമ്പോൾ മീം ഫതഹ, ഐൻ ഫതഹ, നൂൻ ഫതഹത്തൈൻ, പിന്നെ അതിൻ്റെ കൂടെ അലിഫ് മക്സൂർ ഇടണം കേട്ടോ, അത് പുള്ളിയില്ലാത്ത യാ, അലിഫ് മക്സൂർ കേട്ടോ. ഇനി ഹാത്തി ജം അൽ അസ്മാഇൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ഇസ്മുകൾക്ക് നീ ജം കൊണ്ടുവരണം. ആമുൻ, ആമുൻ വർഷങ്ങൾ, അഅവാമുൻ, അഅവാമുൻ ഹംസ ട്ടാ, ഫത്ത അലിഫുമ അലിഫ് ചേർത്തിട്ട് ഹംസ, അഅവാമുൻ വർഷങ്ങൾ. സനത്തുൻ എന്നാണ് അതിൻ്റെ അർത്ഥം, സനത്തുൻ, അത് ഫെമിനിനൊക്കെ എഴുതുമ്പോൾ സനത്തുൻ, സനവാത്തുൻ. അഅവാമുൻ. തിഫ്ലുൻ കുട്ടി, ബേബി. അത്ഫാലുൻ കുട്ടികൾ, അത്ഫാലുൻ കുട്ടികൾ. സഹീഹുൻ എന്ന് പറഞ്ഞാൽ ശരിയായവൻ, ഹെൽത്തി, ഹെൽത്തിനെയും പറയും സഹീഹുൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട് സഹീഹുൻ.
ഹെൽത്തി ആയിട്ടുള്ള ആൾ. അതിൻ്റെ ബഹുവചനം അസിഹാഹു. അത് രണ്ട് ബഹുവചനം ഉണ്ട് കേട്ടോ. ഹംസ ഇട്ടിട്ട് അസിഹാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അർത്ഥം. അസിഹാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്കിലിനെയാണ് അസിഹാഹു പറയുക കേട്ടോ. ആക്കിൽ ബുദ്ധിവർഗത്തെ അസിഹാഹു പറയും കേട്ടോ. പിന്നെ അല്ലാത്തവരെ സിഹാഹുൻ എന്നാണ് പറയുക. സിഹാഹുൻ ഓരോ ആക്കിലാണെങ്കിൽ സിഹാഹുൻ, സഹീഹുൻ പിന്നെ രണ്ടിനും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. ടീച്ചറെ അതിന്റെ മീനിങ് എന്തോ ടീച്ചറെ? മരീദിന്റെ ഓപ്പോസിറ്റ് ആരോഗ്യവാൻ. ശരിയായതെന്നൊക്കെ അർത്ഥം വരും, വേറെ അർത്ഥങ്ങൾ വരും കേട്ടോ. മുത്തസവ്വിജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആള്. മുത്തസവ്വിജൂന മുദക്കർ സാലിമിയുടെ മുത്തസവ്വിജൂന. ഹിസ്ബുൻ കക്ഷി, അഹ്സാബുൻ കക്ഷികൾ. അഹ്സാബുൻ കക്ഷികൾ. ഇമാമുൻ അഇമ്മത്തുൻ. ഹംസ ഫതഹ, അലിഫിൻ്റെ മുകളിൽ ഹംസ, പിന്നെ യാഇൻ്റെ ഉള്ളിൽ ഹംസ. അഇമ്മത്തുൻ, പിന്നെ മീമിന് ഷദ്ദ. അഇമ്മത്തുൻ താ മർബൂത്ത. അഇമ്മത്തുൻ. അടുത്തത് ദഖൽതു അലൽ. ടീച്ചറെ ഇമാമ് നേതാവ്, ആ ഇമ്മത്തുൻ എന്ന് പറയുമ്പോ നേതാക്കൾ അല്ലേ? അതെ അതെ, അഇമ്മത്തുൻ നേതാക്കൾ. ദഖൽതു അലൽ മുദീറി, മുദീറിൻ്റെ അടുത്തേക്ക് ഞാൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഖൽതു മക്തബൽ മുദീരി വഹുവ ഫീഹി. മുദീർ ഓഫീസിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ പ്രവേശിച്ചു എന്നർത്ഥം. കണ്ടോ, മുദീർ ഓഫീസിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം, എന്നാലും നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോ എന്നാണ്. അഖാമ സ്വലാത്ത. അഖാമ ഞാൻ നിലത്തിൽ ഖാമ യഖാമു. ഖാമ യഖാമു. ഖാമയുടെ അഖാമ എന്ന് പറഞ്ഞാൽ എന്താ? അഖാമ അഖാമ മാലിയല്ലേ അത്? മാലിയല്ലേ? അഖാമ യുഖീമു. ഫോം 4. ശരി, മാലിയാണല്ലോ അല്ലേ? അതെ. അപ്പൊ ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ്. അതിൻ്റെ അഫ്അല വസനാണ് അഖാമ, നിലനിർത്തി എന്നർത്ഥം. ഖാമയുടെ അഫ്അല വസനാണ് അഖാമ. അതിൻ്റെ മുലാരി ആണ് യുഖീമു. ഓക്കെ. അതിൻ്റെ അംറ് ഫേൽ അഖീം. അങ്ങനത്തെ കുറേ ഫേലുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? വേറെ ഒന്ന് പറഞ്ഞേ, ഏതാ? അജാബ, യുജീബു, അജീബ്. ഇജാബത്തു, അറാദ, യുരീദു, അരീദ്. പിന്നെ ഒരെണ്ണം കൂടി എപ്പോഴും പറയാറുള്ളത് അറാദ ഉദ്ദേശിച്ചു, അജാബ ഉത്തരം നൽകി. വേറെ ഏതാ? അഫാല യുഫീദു, അത് വേണ്ട. അഫാല മുഴുകി. വേറെന്താ? അഖാമ യുഖീമു ഇഖാമത്തുൻ. ഞാൻ പറഞ്ഞില്ലേ അത്? നിങ്ങൾ വേറെ ഒന്ന് പറയും. അഖാമ, അഫാല, അജാബ. ഉണ്ട്, ഇനി മറന്നു. ഉണ്ട്, ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടാ. ശരി കേട്ടാ. അപ്പോൾ ഇങ്ങനെ അഖിം എന്നാണ് അതിൻ്റെ അംബ്രഫേൽ കേട്ടോ. അതാണ് നമ്മൾ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി എന്നൊക്കെ പറയാറില്ലേ? ആത്തിയത്ത അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി എന്നാണല്ലേ. അപ്പോൾ ഇത് അഫ്അല ഫോമാറ്റിലാണ് കേട്ടോ. അഖാമ നിലനിർത്തൽ. ശരിക്കും പറഞ്ഞാൽ അഫ്അലയാണ്, പക്ഷെ അത് അഖാമ അങ്ങനെ ആയതാണ് കേട്ടോ. അങ്ങനത്തെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മാ ഫറഖ ബൈനൽ അബ്ദി വൽ ഉബൈദി. അബ്ദിൻ്റെയും ഉബൈദിൻ്റെയും വ്യത്യാസം എന്താണ്? അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, ഉബൈദ് എന്ന് പറഞ്ഞാൽ കൊച്ചടിമ, ചെറിയ അടിമ. മാദാ തുസമ സീഗത്തുൽ ഉബൈദി ഫി സർഫി. സർഫിൽ ഉബൈദിൻ്റെ സീഗയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താ വിളിക്കുക? എന്താ വ്യത്യാസം? അൽ ഉബൈദു തസ്ഗീറുൽ അബ്ദി. ഉബൈദ് എന്നത് തസ്ഗീർ ചെറുതാക്കിയതാണ്, അബ്ദിനെ ചെറുതാക്കിയതാണ്. പിന്നെ അതിനെന്താ വിളിക്കുക? അതിന് 2-3 പേര് വിളിക്കാം. എന്താ? ലഫ്ലുൻ മുസഗർ, മുസഗർ എന്ന് പറയാം, അല്ലെങ്കിൽ കലിമത്തുൽ മുസഗറ, അല്ലെങ്കിൽ ഇസ്മു തസ്ഗീർ എന്നൊക്കെ പറയാം. ഒന്ന് പറഞ്ഞേ. സഖറ യുസഗിറു തസ്ഗീർ. സഖറ ഏത് വസന? ഫഅല വസന അല്ലേ? സഖറ യുസഗിറു തസ്ഗീർ.
ചെറുതാക്കൽ. ടീച്ചർ ഒന്നുകൂടെ പറയോ അല്ലുബൈദ് എന്നത് എന്താ പറയാ എന്നുള്ളത്? അതിന് ആദ്യം ചോദിച്ചത് എന്താ, ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്നാണ്. രണ്ട് ചോദ്യമാണുള്ളത്. ആദ്യം ചോദ്യം എന്താണ് മാ ഫർഖ ബൈന, അത് തമ്മിൽ അതിൻ്റെ ഇടയിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. വ്യത്യാസം എന്താ, അൽ ഉബൈദു എന്നത് അൽ ഉബൈദു തസ്ഗീറുൽ അബദി, അബദിന്റെ തസ്ഗീറാണ്, ചെറുതാക്കലാണ് ഉബൈദ് എന്നത്. അൽ ഉബൈദു മുബ്തദ, തസ്ഗീറുൽ അബദി ഖബർ മുലാഫ് മുലാഫ് ഇലൈഹി, തസ്ഗീറുൽ അബദി, അബദിന്റെ തസ്ഗീറാണ് ഉബൈദ്. നമ്മളതിൽ തസ്സീറും ഇല്ല ടീച്ചറെ. വേണ്ട, നിങ്ങൾ എഴുതണം. ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഉത്തരം തരുമോ? ഇവരില്ലല്ലോ, നമ്മൾ എഴുതണ്ടേ. അൽ ഉബൈദു തസ്ഗീറുൽ അബദി, അങ്ങനെ നമ്മൾ എഴുതണം. അവർ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതണ്ടേ. എക്സസൈസ് അല്ലേ ഇത്. ഇനി ഇതിനെ വിളിക്കുന്നത്, ഈ സീഗനെ സർഫിൽ, ഈ ഉബൈദ് എന്ന വാക്കിന്റെ സീഗനെ സർഫിൽ എന്താണ് വിളിക്കുന്നത്? അതിന് 2-3 പേരിൽ വിളിക്കാം. ഒന്ന് ഇസ്മു തസ്ഗീർ, ചെറുതാക്കിയ രൂപം, അല്ലെങ്കിൽ കലിമത്തുൽ മുസഗർ, ചെറുതാക്കപ്പെട്ടത്, ചെറുതാക്കപ്പെട്ട പദം, ലഫ്ദുൻ മുസഗറ, ചെറുതാക്കപ്പെട്ട പദം, അങ്ങനെ ലഫ്ദുൻ മുസഗർ, ചെറുതാക്കപ്പെട്ട പദം, അങ്ങനെയൊക്കെ വിളിക്കാട്ടോ. അപ്പം ഇതിൻ്റെ ഈ തസ്ഗീർ എന്ന് വന്നത് എവിടുന്ന? സഗറ യുസഗീറു തസ്ഗീർ. ഓക്കെ, ശരി. അത് അത്രേ ഉള്ളൂ, അതിൽ വലിയ കുറേ ഇതില്ല. തസ്ഗീർ കുറച്ചുകൂടി പഠിക്കാനുണ്ട്, പക്ഷെ ഒരുപാട് ഭയങ്കര പ്രയാസമുള്ള ഒന്നല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാവും. വസൽത്തുൽ മദീനത്ത, മദീനയിൽ ഞാൻ എത്തിച്ചേർന്നു. വസൽത്തു ഇലൽ മദീനത്തി, മദീനയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. കിലാഹുമാ സ്വഹീഹുൻ, രണ്ടും ശരിയാണ്. ആദ്യത്തേതിൽ മഫൂലും ബിഹി ഡയറക്റ്റ് ഇട്ടിക്കാണ്, മറ്റേതിൽ ഹർഫു ജെർ ഇട്ടിട്ട് ഇസ്മു മജ്റൂറാക്കി ഇട്ടിക്കാണ്. കണ്ടോ, വസൽത്തു അവിടെ മദീനത്താന്നുള്ളത് മഫൂലും ബിഹി അല്ലേ, മറ്റോടത്ത് മഫൂലും ബിഹി ആണെങ്കിൽ ഹർഫു ജെർ ഇട്ടിക്കാണ്. കിലാഹുമ, അവ രണ്ടും സ്വഹീഹുൻ, ശരിയാണ്. യുജ്മഉ മഅന, യുജ്മഉ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജം ആക്കപ്പെട്ടു. മഅന എന്നുള്ളത് അല മആനിൻ, മആനിൻ്റെ അതിൻ്റെ മആനിൻ എന്നതിൽ ജം ആക്കപ്പെട്ടു. ഹുന ഹാക്ക, ഹാക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ പിടിച്ചോന്ന്, ഏതാ വാക്ക്? ഇസ്മു ഫേൽ അമ്രാണ് അല്ലേ. ഹുദ് എന്നാണോ? ഹുദല്ലല്ലോ, ഹാക്ക. ഇലേക്ക് പറയും, ഹാക്കയും പറയും. അപ്പോൾ ഇസ്മു ഫേൽ അമ്രാണ് കേട്ടോ ഇത്. പിടിക്കൂ എന്നുള്ള ഹുദ് തന്നെയാണ്. അപ്പോൾ അത് പിടിച്ചോ. എന്തെന്ന്? അംസിലത്തെ നുഹറ, മറ്റുദാഹരണങ്ങൾ പിടിച്ചോന്ന്. ലിമിസിലി ഹാദൽ ജം, ഇതുപോലുള്ള ബഹുവചനത്തിൻ്റെ മറ്റുദാഹരണങ്ങൾ കൂടി പിടിച്ചോ. ഏതാ? ജാരിയത്തുൻ, അടിമസ്ത്രീ, അരുവി, ഒഴുകുന്നത്, ചെറുപ്പക്കാരി എന്നൊക്കെ. ഗേൾ, അവിടെ അർത്ഥം ഗേളാണ് കൊടുത്തുള്ളൂ കേട്ടോ. ജാരിയത്തി കുറേ അർത്ഥമുണ്ട് കേട്ടോ. അടിമസ്ത്രീ എന്നർത്ഥമുണ്ട്, അരുവി എന്നർത്ഥമുണ്ട്, ഒഴുകുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ ബഹുവചനം ജവാരിൻ, ജവാരിൻ. മവാഷിയു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഞാനത് തൊട്ടാണോ? മാഷിൻ മവാഷിയു അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ ഇവിടെ എന്തായിരുന്നു? മാഷിയത്ത് അല്ല, ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട്? മാഷി എന്ന് പറഞ്ഞാൽ നാൽക്കാലി, കന്നുകാലി. മാഷിയത്തുൻ, നാൽക്കാലി, കന്നുകാലി, കാറ്റിൽ, ലൈഫ് സ്റ്റോക്ക്. അതിൻ്റെ ബഹുവചനം മവാഷിൻ. ദാഇയത്തുൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ്, റീസൺ, കൗസ്, എന്നിട്ട് തെറ്റായ കാര്യം പ്രചരിപ്പിക്കുന്നത്. പ്രേരകം, പ്രേരകം എന്നൊക്കെ പറയാം കേട്ടോ, കാരണം എന്നൊക്കെ പറയാം. ദവായിൻ പഠിച്ചോ. നാദിൻ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ്, നവാദിൻ. ലൈലത്തുൻ, രാത്രി, ലയാലിൻ. കാരണം എന്താ? ജവാബിനെവിടെ? ക്ലബ്ബ്, ക്ലബ്ബ്. ലൈലത്തുൻ, രാത്രി. അപ്പൊ ഇവിടൊക്കെ ജവാരി എന്നൊക്കെ വരുന്നത്, ജവാരിയുടെ യാ ഉണ്ടായിരുന്നു, യാ ഇന് ലൊമ്മ താങ്ങാത്തത് കൊണ്ട് ലൊമ്മിനെ കളഞ്ഞു, യാ ഇനെയും കളഞ്ഞു, പകരമായി കസ്രത്തേൻ കൊടുത്തു. തൻവീനുൽ ഇവൽ, ഒരക്ഷരത്തെ കളഞ്ഞുകൊണ്ട് പകരം വരുന്നത്, ഒരക്ഷരത്തെ കളഞ്ഞുകൊണ്ട് പകരം വരുന്നത്. ഈ സന്ദർഭത്തിൽ ഇത്തരം തൻവീൻ ഗൈറു മിൻസരിഫിൽ വരും. മറ്റേതിൽ ഇല്ല, മറ്റേ തൻവീനല്ല, സാധാരണ തൻവീനല്ല ഇത്. തൻവീൻ ഇബലാണ് കേട്ടോ, പകരം വരുന്ന തൻവീനാണ് കേട്ടോ. ശരി, അത്ര ഒന്നും പഠിക്കാനില്ല, വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തത്
ഹാദിഹിൽ അസ്മാ സമയം കഴിഞ്ഞു തുടങ്ങി. ഹാദിഹിൽ അസ്മാഉ അലാ വസ്നി മഫായില. ഈ ഇസ്മുകൾ മഫായില വസ്നിലാണ് വരുന്നത്. ഗൈറ അന്നഹ തുനവ്വനു ഫി റഫ്ഇൽ വജറി. റഫ്ഉൻ ജറിലും അത് തൻവീൻ ഇടപെടും. വതഖൂലു ലിൽ വാവി മആനിൻ കസീറത്തുൻ. വാവിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇവിടെ മആനിൻ എന്നുള്ളത് മുബത്തദയാണ്, അതുകൊണ്ട് അതിന് തെൻവീനിട്ട് റഫിൻ്റെ സ്ഥാനത്ത് തെൻവീനിടും. തഅത്തിൽ വാവു ലി മആനിൻ കസീറത്തിൻ. വാവ് ധാരാളം അർത്ഥങ്ങൾ. അവിടെ ജെറിൻ്റെ സ്ഥാനത്താണ്. അവിടെ കെസ്റാട്ട് അല്ല തൻവീൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ? തൻവീൻ ഇവള് ജെറായത്. ആരിഫുൽ ഇൽ വാവി മആനിയ കസീറത്തൻ. എനിക്ക് വാവിൻ്റെ ധാരാളം അർത്ഥങ്ങൾ അറിയാം. അവിടെ മഫൂലും ബിഹി മൻസൂബിന്. അപ്പോൾ യായിന് ഫത്തഹ താങ്ങുന്നതുകൊണ്ട് ഫത്തഹ ഇട്ടു. മറ്റൊടുത്ത് യായിന് താങ്ങാത്തത് കൊണ്ട് പിന്നെ യായിനെയും കളഞ്ഞ് പിന്നെ ഇതിനെയും കളഞ്ഞിട്ട് മറ്റേ തൻവീൻ ഇവൾ ഇട്ട് കൊടുത്തു. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലെ വെക്കാബുലറി ത്വയ്ബത്തുൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് തൻവീൻ ത്വയ്ബത്തു എന്നാണ്. ത്വയ്ബത്തുൻ എന്നല്ല, അനദർ നെയിം ഓഫ് മദീന. മദീനയുടെ മറ്റൊരു പേരാണ് ത്വയ്ബ. ഹദീസുൻ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ടഡ് ബൈ ഇമാം ബുഖാരി ആൻഡ് ഇമാം മുസ്ലിം ഇൻ ദയർ ഹദീസ് കളക്ഷൻ നോൺ ആസ് സ്വഹീഹാനി. സ്വഹീഹുൻ അതായത് ഇമാം ബുഖാരിൻ്റെയും ഇമാം മുസ്ലിമിൻ്റെയും ഹദീസ് കളക്ഷൻ്റെ ബുക്കാണ് സ്വഹീഹുൻ എന്നത്. അതിൽ 2 പേര് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് ഹദീസുൻ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഖസമുൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. അഖ്സമുൻ അതിൻ്റെ ബഹുവചനം. മുഹരിമുൻ പറഞ്ഞാൽ ആരാ വിളിക്കുന്നത്? മുഹരിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തത്? സൻഹേ ഒരു മിനിറ്റ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മിസ് കോൾ അടിച്ചിട്ട് ശരി കേട്ടോ. മുഹരിമു എന്ന് പറഞ്ഞാൽ ഹജ്ജിബ് ഹു ഹാസ് assumed the state of sanctity. അതായത് ഹജ്ജിൻ്റെ ആ ഒരു വിശുദ്ധമായിട്ടുള്ളൊരു അവസ്ഥ ഉദ്ദേശിച്ചവൻ എന്നാണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? മുഹരിമുൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ബഹുവചനം മുഹരിമൂന. ഉംറത്തു എന്ന് പറഞ്ഞാൽ വിസിറ്റ് ടു കഅബ, കഅബയെ സന്ദർശിക്കുക. ഹിസ്ബുൻ എന്ന് പറഞ്ഞാൽ കക്ഷി, ഗ്രൂപ്പ്, പാർട്ടി. അതിൻ്റെ ബഹുവചനം അഹ്സാബുൻ. ഇനി എന്തായിരുന്നു? ഹിസ്ബുൻ അഹ്സാബുൻ. ഫരിഹുൻ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പി, റിജോയ്സ്. ഫരിഹൂന സന്തോഷവാന്മാർ. മായിദത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖുർആൻ്റെ 5ാമത്തെ സുഹൃത്തും പിന്നെ ലിറ്ററലി അതിൻ്റെ മീനിങ് ഡൈനിങ് ടേബിൾ, ഭക്ഷണ തളിക എന്നൊക്കെ അതിനർത്ഥം വെക്കാം. അടുത്തത് റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ. ലിറ്ററലി ദ ബൈസൻറ്റൈൻസ്. ബൈസൻറ്റൈൻസ് വെച്ചാൽ റോമക്കാർ. ജബാർ മദീൻ്റെ പുതിയൊരു ക്ലാസ് വന്നിട്ടുണ്ട് സുഹൃത്തു റൂമിൻ്റെ. ഞാൻ ഇടയ്ക്ക് വെറുതെ കേൾക്കാറുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. ഓലിബത്തു റൂമൊക്കെ അല്ലേ, സുഹൃത്തു റൂം. നഷ്റത്തുൽ അഖ്ബാരി ന്യൂസ് ബുള്ളറ്റിൻ. വദാഉൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഫെയർവെൽ, വിടവാങ്ങൽ. തല ഉദിച്ചു, യത്തുലു ഉദിക്കുന്നു, തുലൂഅൻ ഉദിക്കൽ. ഖറബ അസ്തമിച്ചു, യഗ്റുബു അസ്തമിക്കുന്നു, ഖുറൂബൻ അസ്തമിക്കൽ. നതഖ ഉച്ചരിച്ചു, ടു സ്പീക്ക്, അട്ടർ, ടോക്ക്, പ്രൊനൗൺസ്. യന്തിഖു നുതുഖൻ, പുള്ളിക്കും നുതുഖ് എന്നല്ലേ പറയാം തോന്നുന്നുണ്ട്. തഖബ്ബല സ്വീകരിച്ചു, യതഖബ്ബലു സ്വീകരിക്കുന്നു, തഖബ്ബുലൻ സ്വീകരിക്കൽ. അഖാമ നിലനിർത്തി, ടു സേ ഇഖാമ, അല്ലെങ്കിൽ ഇഖാമത്ത് ചൊല്ലി എന്ന് പറയുമ്പോഴും പറയും. അഖാമ യുഖീമു ഇഖാമത്തൻ നില. ഹമല വഹിച്ചു, ടു ക്യാരി, യഹ്മിലു ഹംലൻ. ഷാ ഉദ്ദേശിച്ചു, യഷാഉ ഷൈഅൻ വമഷീഅത്തൻ. ഷറഹ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തു, വിവരിച്ചു. യഷ്റഹു ഷർഹൻ വിശദീകരണം. മാനൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. മാനിൻ അർത്ഥങ്ങൾ. ഹാലുൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസസ്. അഹ്വാലുൻ ഹാലുൻ അതിൻ്റെ ബഹുവചനം അഹ്വാലുൻ അവസ്ഥകൾ. ഖതബ പ്രസംഗിച്ചു, ടു ഡെലിവർ ദ ലെക്ചർ, അഡ്രസ് എ ഗാദറിങ് ഒരു കൂട്ടത്തോട് നമ്മൾ അഭിസംബോധന ചെയ്യുക. യഖ്തുബു ഖിതാബത്തൻ വ ഖുതുബത്തൻ അത് രണ്ടും ഉണ്ട് വസ്തർ.
തൊലബ അന്വേഷിച്ചു യത്തുലുബു തൊലബൻ ബക്കിയ ബാക്കിയായി യബുക്ക ബാക്കിയാകുന്നു ബക്കാൻ ബാക്കിയാകൽ കരിബ അടുത്തോടെ കരിബല്ലേ കരിബ അടുത്തു ടു അപ്രോച്ച് ഗോനിയർ അടുത്തു യഖുറബു കുർബൻ അല്ലെങ്കിൽ കുർബാനൻ അഫാദ അതേ കണ്ടോ അതേ പാറ്റേണിൽ വരുന്ന അഫാദ ടു ഇൻഫോം അല്ലെങ്കിൽ കൺവേ ദ മീനിങ് അർത്ഥം അറിയിക്കുക ഡി നോട്ട് ടു സിഗ്നിഫൈ സൂചിപ്പിക്കുക അഫാദ യുഫീദു ഇഫാദത്തൻ ഇസ്തജാബ എത്രാമത്തെ ഫോമാണ് നാലാമത്തെ ഫോം ഇസ്തജാബ ടു റെസ്പോണ്ട് പ്രതികരിച്ചു ടു ആൻസർ എ പ്രയർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഗ്രാൻഡ് റിക്വസ്റ്റ് ഒരു റിക്വസ്റ്റിനെ അനുവദിച്ചു എന്നൊക്കെ പറയാം ഇസ്തജാബ ഇസ്തജീബു ഇസ്തിജാബത്തൻ അതിൻ്റെ അമ്രുഫയിൽ ഇസ്തജീബ് ആമീൻ്റെ ഒക്കെ അർത്ഥം പറഞ്ഞില്ലേ കലബ എന്ന് പറഞ്ഞാൽ ടു ഓവർ ടേൺ മറിച്ചിടുക അല്ലെങ്കിൽ ചേഞ്ച് ഇളകി മറിയാൻ യഖ്ലിബു കൽബൻ ഇൻഷാ ഉൻ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ റൈറ്റിംഗ് ഇൻഷാ ഉൻ എന്താ രചന എന്നൊക്കെ പറയാം ഇൻഷായിക്ക എന്നൊക്കെ പറയില്ലേ നിങ്ങളുടെ രചനയിൽ എഴുതാനൊക്കെ പറഞ്ഞിട്ട് ചോദ്യത്തിലൊക്കെ എഴുതിട്ടില്ലേ സഹീഹു എന്ന് പറഞ്ഞാൽ ഹെൽത്തി അസിഹാഹു ഷഹീഫത്ത് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ സുഹുഫുൻ ഷർത്തു എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താ പറയുക ഷർത്തിൻ്റെ നിബന്ധന ഷുറൂത്തുൻ നിബന്ധനകൾ അലാ ഖിറാരി കഥ അത് എന്താ പറയുക ആഫ്റ്റർ ദ പാറ്റേൺ ഓഫ് മാതൃകയ്ക്ക് ശേഷം അല്ലെങ്കിൽ സിമിലർ ടു സമാനമായ ദ ബാനേഴ്സ് ഓഫ് രീതിയിൽ എന്നൊക്കെ പറയും അലാ ഖിറാരി കഥ അതിൽ വന്നിട്ടുണ്ട് ചോദ്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ഹത്തു എന്ന് പറഞ്ഞാൽ വര ഹുത്തൂത്തുൻ വരകൾ ലൈനുകൾ തഅക്കദ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു യതഅക്കദു ഉറപ്പിക്കുന്നു തഅക്കുദൻ ഉറപ്പിക്കൽ ടു മേക്ക് ഷുവർ സ്വൈദു എന്ന് പറഞ്ഞാൽ ഗെയിം 100 വൈൽഡ് അനിമൽ കൗനുൻ എന്ന് പറഞ്ഞാൽ കാന ആയിരുന്നു യക്കൂനു ആകുന്നു കൗനുൻ ആയിരിക്കൽ ടു ബി ബീങ് റാസിബു എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹാസ് ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ തോറ്റവൻ അതിൻ്റെ ബഹുവചനം റാസിബൂന കുഴപ്പമില്ലല്ലോ അല്ലേ അൽഹംദുലില്ലാ പാഠം കഴിഞ്ഞു കേട്ടോ